ആരോഗ്യമേഖലയ്ക്കുള്ള ബജറ്റ് വകയിരുത്തൽ നൽകിയില്ലെന്നും വെട്ടിക്കുറച്ചെന്നുമുള്ള ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. സർക്കാർ ആരോഗ്യമേഖലയ്ക്ക് അനുവദിച്ച കണക്കുകൾ നിരത്തിയാണ് മന്ത്രി ഫേസ്ബുക്കിൽ മറുപടി നൽകിയിരിക്കുന്നത്. തെറ്റായ കണക്കുകളും വാർത്തകളും പ്രചരിപ്പിക്കുന്നത് തള്ളിക്കളയണമെന്നും മന്ത്രി പറഞ്ഞു. ആരോഗ്യമേഖലയ്ക്കുള്ള ബജറ്റ് വകയിരുത്തലുകൾ നൽകിയില്ലെന്ന വ്യാജ പ്രചരണത്തിനാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ മറുപടി. കഴിഞ്ഞ സാമ്പത്തിക വർഷം 9,667 കോടി രൂപയായിരുന്നു ആരോഗ്യമേഖലയ്ക്കുള്ള വകയിരുത്തൽ. എന്നാൽ സർക്കാർ 9,994 കോടി രൂപ അനുവദിച്ചു നൽകി. ചെലവ് 103%. നടപ്പുവർഷം 10,432 കോടി രൂപയാണ് ബജറ്റ് വകയിരുത്തൽ. അതിൽ 2,504 കോടി രൂപയും കൈമാറിക്കഴിഞ്ഞു. അതായത് 3 മാസത്തിനുള്ളിൽ ആകെ ബജറ്റ് വകയിരുത്തലിന്റെ 4/1 തുകയും നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറയുന്നു. 2021-22 അനുവദിച്ചത് 8,266 കോടിയാണ്. ചിലവഴിച്ചത് 11,361 കോടിയും. അതായത് 137% തുക ചിലവഴിച്ചു. 2022-23 9,425 കോടി വകയിരുത്തിയെങ്കിൽ 9,675 കോടിയാണ് അനുവദിച്ചത്. ചിലവഴിച്ചതാകട്ടെ 103%. മാത്രമല്ല ആരോഗ്യമേഖലയിലെ ചെലവുകൾക്ക് ട്രഷറി നിയന്ത്രണവുമില്ല. കൂടാതെ രണ്ടാം പിണറായി സർക്കാർ 770 തസ്തികകളാണ് ആരോഗ്യമേഖലയിൽ പുതുതായി അനുവദിച്ചത്. അത്യാധുനിക ചികിത്സാരീതികൾക്കും തുടക്കമിട്ടു. ഈ വസ്തുതകൾ മറച്ചുവെച്ച് തെറ്റായ പ്രചരണം നടത്തുകയാണെന്നും ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമെന്നും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.